നമ്മളങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെ വെക്കാറില്ല. നമ്മളല്ലേ തീരുമാനിക്കുന്നത് ആരെ വെക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റുണ്ട്. ഒരു സിനിമ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് താങ്ങാനാവാത്ത ആർട്ടിസ്റ്റിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അല്ലെ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് തന്നവരുണ്ട്, കുറച്ച് തരാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് പല വിധത്തിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അവർക്ക് കുറയ്ക്കണോ വേണ്ടയോ അല്ലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അത് അവർ നമ്മളോടൊപ്പം നിന്ന് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ശ്രമിച്ചാൽ നല്ലത്. പൈസ കുറച്ച് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്നാൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇല്ലാണ്ടിരിക്കും. നിൽക്കാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മളപ്പോൾ വേറെ ആർട്ടിസ്റ്റിലേക്ക് പോകും. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരുപാട് പൈസ ചോദിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിസിനസ് ഇല്ല. അപ്പോൾ കുറച്ച് പേർക്കാണ് നമ്മുടെ മലയാളത്തിൽ ബിസിനസ് ഉള്ളത്. അതായത് നമ്മൾ വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ചാനലുകാരെ അല്ലെങ്കിൽ OTTകൾ സിനിമ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പല പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതൊക്കെ. പിന്നെ ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, ഇതിനെയൊക്കെ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അല്ല, അതെനിക്കറിയില്ല. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ആരോടും എനിക്ക് പക്ഷേ തോന്നുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിഫലം എന്ന് പറയുന്ന ആളല്ല അവരുടെ താരമൂല്യത്തെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഘടകം. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും വലിയ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പം അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് മാത്രം അതിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. താരങ്ങളെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷെ നമുക്കത് അവരോട് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ കുറച്ചേ പറ്റൂ എന്നൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല എന്താവും എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരോടും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറയും അങ്ങനെയുള്ളവരെ വെച്ചെടുത്താൽ മതി എന്ന് പറയും. അപ്പം ഞങ്ങളങ്ങനെയുള്ളവരെ വെച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സിനിമ നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡ്.